നമുക്ക് കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലും BJP മികച്ച പ്രകടനം നടത്തിയിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പൂഞ്ഞാർ, പാല എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ 35,000-ന് മുകളിൽ വോട്ട് BJP പിടിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും വോട്ട് NDA സ്ഥാനാർത്ഥികൾ പിടിക്കുന്നത്. പൂഞ്ഞാറിലെയും പാലയിലെയും വിശേഷങ്ങൾ നൽകാൻ മിഥുൻ മുരളി ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥുൻ, പൂഞ്ഞാർ അതോടൊപ്പം തന്നെ പാല ഈ രണ്ട് മണ്ഡലങ്ങളിലും 35,000-ന് മുകളിൽ വോട്ട് BJP പിടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇരുമുന്നണികളുടെയും വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണോ ഇത്ര വലിയൊരു മുന്നേറ്റം പാലയിലും പൂഞ്ഞാറിലും NDA നടത്തിയത്? മിഥുൻ, പാലായിലും പൂഞ്ഞാറിലും നിർണായകമായിട്ടുള്ള ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ ആയത് NDAയുടെ ശക്തമായ പ്രകടനം തന്നെയാണ്. ഇതുവരെ കോട്ടയത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും മുന്നേറ്റം സാധ്യമാക്കാൻ NDAക്ക് കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം കഴിയുമ്പോൾ ഏറ്റവും പ്രധാന വിലയിരുത്തലായി ഉണ്ടാകുന്നത്. കോട്ടയത്ത് എവിടെയൊക്കെയാണോ BJP മത്സരിച്ചത്, BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്, അവിടെയെല്ലാം കൃത്യമായ മുന്നേറ്റം, മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലായിലും പൂഞ്ഞാറിലും 35,000-ന് മുകളിലേക്ക് വോട്ട് ഷെയർ BJPയുടെ എത്തുന്നത് ആദ്യമായാണ്. പാലായിൽ 35,304 വോട്ടുകൾ നേടിയപ്പോൾ അത് 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 10 മടങ്ങ് 3 മടങ്ങ് ഇരട്ടി വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. 10,533 വോട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJPക്ക് ലഭിച്ചതെങ്കിൽ അത് 35,304 ഇത്തവണ എത്തിക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞു. കൃത്യമായ പ്രകടനം അത് രണ്ട് മുന്നണികളിലും എത്തിച്ചുകൊണ്ട് പാലായിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ നിർണായക സ്വാധീനമായി മാറാൻ ഷോൺ ജോർജിന് കഴിഞ്ഞു. പൂഞ്ഞാറിൽ 36,172, അത് കഴിഞ്ഞ തവണ BJPക്ക് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 29,065 വോട്ടായിരുന്നെങ്കിൽ അത് 36,172 വോട്ട് ഷെയർ എന്നുള്ള ഒരു വർദ്ധിച്ച സംഖ്യയിലേക്ക് എത്തിക്കാൻ പൂഞ്ഞാറിൽ PC ജോർജിനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങൾ 35,000-ന് മുകളിലേക്ക് എത്തിച്ചപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള മറ്റ് മണ്ഡലങ്ങളിലെല്ലാം വൈക്കത്ത് 11,708 വോട്ടായിരുന്നു 2021 ലഭിച്ചെങ്കിൽ അത് 20,297 വോട്ടിലേക്ക് വൈക്കത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 8,501 വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചപ്പോൾ അതും വർദ്ധിപ്പിക്കാൻ BJPക്ക് NDA സ്ഥാനാർത്ഥിക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുമ്പോൾ കൃത്യമായി മുന്നേറ്റം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ BJPക്ക് NDAക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാധിച്ചു എന്നുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്വാധീനം മധ്യകേരളത്തിൽ BJP ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ്. ഗൗതം. ഓക്കെ കോട്ടയം ജില്ലയിലെ BJPയുടെ രണ്ട് മണ്ഡലങ്ങളിലെ മികച്ച പ്രകടനത്തെ പറ്റിയാണ് മിഥുൻ മുരളി പറഞ്ഞത്. പൂഞ്ഞാറിൽ PC ജോർജും പാലയിൽ ഷോൺ ജോർജും നടത്തിയത് മികച്ച പ്രകടനമാണ്. ആദ്യമായി കോട്ടയം ജില്ലയിൽ BJP രണ്ട് മണ്ഡലങ്ങളിൽ 35,000-ന് മുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. അങ്ങനെ ഓരോ ജില്ലയിലും BJP വോട്ട് ഷെയറും അതിന്റെ സംഘടനാ സംവിധാനവും കൂടുതൽ ശക്തമായി എന്ന കൃത്യമായ സന്ദേശം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. 3 സ്ഥലത്ത് വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് 6 രണ്ടാമതെത്തുകയും വിവിധ മണ്ഡലങ്ങളിൽ BJP അത്ഭുതം രൂപപ്പെടുത്തുന്ന രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്.